അഴിയാക്കുരുക്കായി ഇങ്ങനെ തുടരുകയാണ് ലഹരിക്കെണികൾ. പത്തനംതിട്ടയിൽ 10 ദിവസത്തിനിടെ പിടിച്ചെടുത്തത് 26 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ്. പിടിയിലായ പ്രതികളെ ജാമ്യത്തിൽ വിട്ടുവെങ്കിലും ഇതര സംസ്ഥാന ലോബിയുമായി ഇവർക്കുള്ള ബന്ധം പരിശോധിച്ചു വരികയാണ് പോലീസ്. പന്തളം കുളനടയിൽ ഇന്നലെ പുലർച്ചെ 4:30 ക്രമീകരിച്ച വാഹന പരിശോധനയിൽ പിടിച്ചത് 6 ലക്ഷത്തോളം രൂപ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ. ബാംഗ്ലൂരിൽ നിന്നും മലപ്പുറത്തെത്തിക്കുകയും ശേഷം പന്തളത്തേക്ക് കൊണ്ടുവരികയുമായിരുന്നു പുകയില ഉൽപ്പന്നങ്ങളെന്നാണ് കണ്ടെത്തൽ. പൊന്നാനി സ്വദേശി ഫാറൂഖ്, വെളിയങ്കോട് സ്വദേശി റിയാസ് എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. വണ്ടിയിൽ 36 ചാക്കുകളിലായാണ് പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. KL 77B 3319 പിക്കപ്പ് വാനിൽ കൊണ്ടുവന്ന ഏകദേശം 54 ചാക്ക്, 16,000 പാക്കറ്റ് ഹാൻഡ്സ്, ഉദ്ദേശം 20 ലക്ഷം രൂപ വരും. അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുവന്ന അമീൻ, ഉനൈസ് എന്നീ പാലക്കാട് സ്വദേശികളായ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പരമാവധി വിൽപ്പന വിലയായി ഉയർന്ന തുക രേഖപ്പെടുത്തുന്നുവെങ്കിലും 4-1 തുകയ്ക്കാണ് ഇത് ഇതര സംസ്ഥാനങ്ങളിൽ കിട്ടുക. അതിനാൽ തന്നെ ഒരു ലോഡ് സാധനം കേരളത്തിലെത്തിച്ച് കൈമാറുമ്പോൾ പ്രധാന ഇടപാടുകാർക്ക് ലക്ഷങ്ങളാണ് ലാഭം. പിടിക്കപ്പെട്ടാലും സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം ലഭ്യമാകുന്ന സാഹചര്യം തുടർ കടത്തുകൾക്ക് പ്രേരണയായി മാറുന്നുവെന്ന് പോലീസ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്ന പാൻ മസാല പ്രത്യേക ഗോഡൌണുകളിൽ സൂക്ഷിക്കുന്നതായാണ് വിവരം. മലപ്പുറത്തും പാലക്കാട്ടും ഇത്തരത്തിലുള്ള ഗോഡൌണുകൾ പ്രവർത്തിക്കുന്നതായി സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. അതിനാൽ തന്നെ വിവിധ ജില്ലകളിലെ പോലീസ് സംഘാംഗങ്ങൾ സംയുക്ത പരിശോധനയ്ക്ക് ആലോചനയുണ്ട്. പല സ്ഥലത്തോട്ട് ഇവർ ട്രാൻസ്പോർട്ടേഷൻ, ഈ ഹാൻഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നുള്ളതായിട്ടാണ് അറിവ്. അതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ അറിഞ്ഞേക്കുന്നത്. അതിൻ്റെ കൂടുതൽ അന്വേഷണം നടത്തുന്നത്. 10 നാൾ മുൻപ് തിരുവല്ല മുത്തൂരിൽ വാഹനം പരിശോധിക്കവേ 20 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത്. സവാള ചാക്കുകൾക്കടിയിൽ 46 പാക്കറ്റുകളിലായാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. പാലക്കാട് തിരുമറ്റക്കോട് സ്വദേശികളായ അമീൻ, ഉനൈസ് എന്നിവർക്ക് ഇതര സംസ്ഥാനങ്ങളിലെ കച്ചവടക്കാരുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ലഭ്യമായ വിവരം. കൂടുതലിടങ്ങളിൽ പരിശോധനയ്ക്കാണ് പോലീസ് നീക്കം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.